കൽപ്പാത്തിയിൽ കോൺഗ്രസ് നേതാക്കൾ ചെരുപ്പ് ധരിച്ച് രഥം വലിച്ച സംഭവം ദൗർഭാഗ്യകരമെന്ന് പി സരിൻ. ആളുകൾ പറഞ്ഞാലെങ്കിലും ചെരുപ്പ് അഴിച്ചുവെക്കണമായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അത് ചെയ്തില്ല. വോട്ടിന് വേണ്ടി കൽപ്പാത്തിക്ക് വരുന്ന പത്തനംതിട്ടക്കാരന് എന്ത് കൽപ്പാത്തി, എന്ത് ആചാരമെന്നും സരിൻ ജനം ടിവിയോട് ചോദിച്ചു. LDF സ്ഥാനാർത്ഥി പി സരിനാണ് ഒപ്പം ഉള്ളത്. കൽപ്പാത്തി രഥോത്സവം സജീവമായിട്ട് തന്നെ 2 ദിവസം കണ്ടില്ലല്ലോ, ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പോകുന്നല്ലോ. ഉത്സവം ജനാധിപത്യത്തിൻ്റെ ഉത്സവം കൂടിയായിട്ട് ഒരുമിച്ച് വന്നതുകൊണ്ട് ആളുകൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ എൻജോയ് ചെയ്യുന്നത് പുറമേ നിന്നുള്ളവരും വരുന്നുണ്ട്, ഒരുപാട് പേര്. ഇപ്പോൾ ഇന്നലെ 2 തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞോടുകൂടി പാലക്കാട്ടേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ടാവാം. എല്ലാ മുന്നണിയിലും പെട്ടവർ അവരും എത്തും ഇന്നും നാളെയുമായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 3-ാം തീയതി നാളെ ആകുമ്പോഴേക്കും വലിയ ആഘോഷമാവും. പിന്നെ അത് കഴിഞ്ഞ് കുട്ടിക്കലാശാകുമ്പോഴേക്കും അതിലേറെ വലിയ പൂരമായി മാറും. എന്തായാലും ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്ന 1,95,000 പേരിലേക്ക് കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി വ്യക്തമായി എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രചാരണ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസമാണ്? തുടക്കം മുതലുള്ള അതേ ആത്മവിശ്വാസം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ നൽകുന്ന വലിയ പിന്തുണയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ എന്തിനൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ജനങ്ങൾക്ക് വേണമല്ലോ. അവരുടെ വോട്ടിൻ്റെ വില എന്താണെന്ന് UDF-നെ പഠിപ്പിക്കണമല്ലോ. വിലയേറിയ വോട്ടുകളെന്ന് നമ്മളൊരു ക്ലീഷേ പോലെ എല്ലായ്പ്പോഴും പറയും, ഇന്ന ചിഹ്നത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന്. ഇങ്ങനെ പറയുന്ന വോട്ടിൻ്റെ വിലയറിഞ്ഞ് ജയിച്ചു വന്ന ഒരാൾക്ക് ജനങ്ങളോട് വിലയില്ലാതെ ഉപേക്ഷിച്ച് പോയതിൻ്റെ രാഷ്ട്രീയം പാലക്കാടുകാരൊക്കെ കണക്ക് തീർക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു സാഹചര്യമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. അതവർ ഭംഗിയായി നിർവഹിക്കും. ചെയ്യാനുള്ളതെല്ലാം ചെയ്യാൻ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിൽ നിന്ന് ഇവിടെ വരേണ്ട വികസനങ്ങൾക്ക് ഒരു കൃത്യതയും വ്യക്തതയും ഉണ്ടാകാൻ ഉള്ള ഒരാളെ അവർ ജയിപ്പിക്കുകയും ചെയ്യും. ഈ സരിൻ 3ാമതെത്തുന്നാണ് VD സതീശൻ പറയുന്നത്. എന്താണ് ജനത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജനം മാത്രമല്ല, പൊതുജനത്തിന് VD സതീശൻ്റെ അഭിപ്രായം ഇവിടെ ആരാ ചോദിച്ച്? പാലക്കാട് രാഷ്ട്രീയത്തിൽ VD സതീശൻ എന്താ റോള്? പോട്ടെ, പറവൂരിനപ്പുറം എറണാകുളത്തിന് വേണമെങ്കിൽ ആ ജില്ല എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് കണക്കാക്കാം. അതിനപ്പുറം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ VD സതീശൻ എന്താ പ്രസക്തി? ഇതിൻ്റെയൊക്കെ ഉത്തരം 23-ാം തീയതി കിട്ടും. 10,000-ലേക്ക് ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ, കോൺഗ്രസ് ജയിക്കുമെന്നും 10,000-ന് ജയിക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞത്. തൃക്കാക്കരയിൽ 25,000-ന് ജയിച്ച, പുതുപ്പള്ളിയിൽ 37,000-ന് മുകളിൽ ജയിച്ച, അല്ല അതിലേക്കുമല്ല ഞാൻ പറഞ്ഞില്ലേ, അതിദയനീയമായ അവസ്ഥയിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തെത്തും. അതിദയനീയമായ അവസ്ഥയിൽ എങ്ങനെയൊക്കെയാണത് സംഭവിക്കുക എന്നുള്ളത് ഇപ്പോഴും VD സതീശന് പിടികിട്ടിയിട്ടില്ല. അത് ജനം പഠിപ്പിച്ചു കൊടുക്കും. മറ്റൊരു പ്രധാന കാര്യം എന്നുള്ളത്, കഴിഞ്ഞ ദിവസം ഈ രഥോത്സവം നടക്കുന്ന സമയത്ത് VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചെരുപ്പ് ധരിച്ചുകൊണ്ട് രഥം വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ കുറേ സ്ത്രീകൾ ചോദ്യം ചെയ്യുന്നു. അവർ പറഞ്ഞിട്ട് ആ ചെരുപ്പ് അഴിച്ചു വെക്കാൻ പോലും തയ്യാറാവില്ല. അത് ശ്രദ്ധപ്പെടുന്നു. ഞാൻ ശ്രദ്ധിച്ചു ആ വിഷയം. ഞാനും ഇന്നലെ ഓടി വന്നിട്ടാണ് രഥം വലിക്കുന്നത്. മുമ്പും വലിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻപിലെത്തിയ ഉടനെ തന്നെ നമ്മൾ വലിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു സെക്കൻഡിൽ ചെരുപ്പ് അഴിച്ചു വെക്കാനുള്ള സ്ഥലം പോലും അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ എന്താ തീരുമാനിച്ചറിയോ? ചെരുപ്പ് പൊക്കോട്ടെ. കാരണം അങ്ങനെയാണത് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ചെരുപ്പിനാണോ വില കൊടുക്കേണ്ടത് അവിടെ? അല്ലെങ്കിൽ കാലിൽ ആളുകൾ ചവിട്ടും എന്നുള്ളതിനാണോ വില കൊടുക്കേണ്ടത്? ഇതൊരു ആചാരമാണ്. ജനങ്ങൾ ഇതിനെ ഭക്തി പുരസരം ചെയ്യുന്ന ഒരു വികാരമാണിത്. അപ്പോൾ ഓടി വന്ന് രഥം വലിച്ചു തുടങ്ങുന്ന നിമിഷം എൻ്റെ കാലിൽ ചെരുപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ കൂടെ നിന്നവരോട് പറഞ്ഞത്, ചെരുപ്പ് പൊക്കോട്ടെ, ഇനി ഇതിവിടെ എവിടെ വിടണമെന്ന് നോക്കേണ്ടത്, അങ്ങ് കളഞ്ഞോളാനാണ്. ചെരുപ്പ് വേറെയാണെന്ന്. ആ ചെരുപ്പ് പോവുകയും ചെയ്തു. ഇന്നലെ കിട്ടിയത്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന കോലത്തിലല്ല. അപ്പം നമുക്കൊരു ബോധം വേണ്ടേ സാമാന്യമായിട്ട്? അത് ആളുകൾ അറിയേണ്ടതല്ലല്ലോ, അല്ലാതെ തന്നെ ചെയ്യേണ്ടതല്ലേ? അവിടെ വന്ന പിഴവെന്താണ് എന്നുള്ളത് തിരിച്ചറിയാനെങ്കിലും ഒരു അവസരം ഉണ്ടായാൽ തിരിച്ചറിയണമായിരുന്നു. അതും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടില്ല. ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. വോട്ടിന് വേണ്ടി മാത്രം കൽപ്പാത്തിയിൽ വരുന്ന പത്തനംതിട്ടക്കാരനായ സ്ഥാനാർത്ഥിക്ക് എന്ത് കൽപ്പാത്തി, എന്ത് പാലക്കാട്? എങ്ങനെയെങ്കിലും ജയിച്ച് പിൻഗാമിയാകണം, എങ്ങനെയെങ്കിലും ജയിച്ച് ജനങ്ങളുടെ അധികാര സ്ഥാനത്തിരിക്കണം. ഇതല്ലല്ലോ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. ജനങ്ങളുടെ സേവകനാവാൻ വരുന്ന ഒരാൾക്ക് അയാളുടെ കൂടെ കൂട്ടുന്ന ആളുകളും കൂടെ വരുന്ന ആളുകളുടെയും മാനസികാവസ്ഥ പോലും ഇത്രയും നെഗറ്റീവാണെങ്കിൽ ആ സ്ഥാനാർത്ഥി ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാനല്ല, സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഏതായാലും സരിൻ പറയുന്നത് ഈ ചെരുപ്പിട്ടൊക്കെ രഥം വലിച്ചത് കൃത്യമായി തന്നെ അതൊരു ആചാര ലംഘനം തന്നെയാണ്. അത് വെറുതെ വോട്ടിന് വേണ്ടി വന്ന് ചെയ്തത് തീർത്തും അപലപനീയമാണ് എന്നുള്ളതാണ് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയായ പി സരിൻ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.